കൊല്ലത്തെ മലയോര മേഖലയിലെ കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾ പരിഹാരമില്ലാതെ നീളുന്നു. കാട്ടുമൃഗങ്ങളുടെ ശല്യവും പ്രതികൂല കാലാവസ്ഥയും മൂലം പലരും ഇന്ന് കൃഷി ഉപേക്ഷിച്ചു. വിരലിലെണ്ണാവുന്ന കർഷകർ മാത്രമാണിന്ന് മലയോര മേഖലയിൽ കൃഷി ഉപജീവനമാക്കുന്നത്. പ്രതിസന്ധികളോട് പടവെട്ടി പ്രതീക്ഷകൾ വിതച്ച കുറെ മനുഷ്യർ. അവർക്കൊടുവിൽ കിട്ടുന്നത് കണ്ണീർ വിളകളാണ്. കൊല്ലം ജില്ലയിലെ മലയോര മേഖലകളിലെല്ലാം ഇതാണ് അവസ്ഥ. ഒന്നുകിൽ കാട്ടുമൃഗങ്ങൾ, അല്ലെങ്കിൽ പ്രതികൂല കാലാവസ്ഥ. മലയും കുന്നുകളുമൊക്കെ കൃഷിക്കായി ഒരുക്കിയെടുക്കുക തന്നെ ഏറെ ശ്രമകരമാണ്. അങ്ങനെ ഒരുക്കിയെടുത്ത കർഷകർ പലവിധ കൃഷികൾ ഇറക്കും. പക്ഷേ പ്രതീക്ഷിച്ച വിളവ് കിട്ടാറില്ല. കൃഷി തുടങ്ങുമ്പോൾ തന്നെ കാട്ടുമൃഗങ്ങളുടെ ശല്യം തുടങ്ങും. കാട്ടുപന്നികളാണ് പ്രധാന ശത്രു. കാട്ടുമൃഗങ്ങൾ മനുഷ്യരെ ആക്രമിക്കുന്നതും കൃഷി നശിപ്പിക്കുന്നതും ഇവിടങ്ങളിൽ നിത്യസംഭവങ്ങളാണ്. കൊല്ലം ജില്ലയിലെ കരവാളൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന കാട്ടുമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചതോടെ സുരക്ഷാ മാർഗങ്ങൾ തേടി കർഷകർ പഞ്ചായത്തിനെയും കൃഷിവകുപ്പിനെയും സമീപിച്ചെങ്കിലും പ്രശ്നപരിഹാരങ്ങളുണ്ടായില്ല. പഞ്ചായത്തിന്റെയും കൃഷിവകുപ്പിന്റെയും സഹായങ്ങളിൽ കൃഷി തുടങ്ങിയവർ വിളവ് ലഭിക്കാതെ വന്നതോടെ കൃഷി ഉപേക്ഷിച്ചു. കൃഷിനാശം സംഭവിക്കുന്ന കർഷകർക്ക് കൃഷി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വഴി അർഹതപ്പെട്ട ധനസഹായം ലഭിക്കുന്നതിനും തടസ്സങ്ങൾ ഏറെയാണ്. കർഷകർക്ക് നാശനഷ്ടം വിതയ്ക്കുന്ന കാട്ടുമൃഗങ്ങളെ നിയന്ത്രിക്കാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ശക്തമായ ഇടപെടലുകളും നടപടികളും സ്വീകരിക്കണമെന്ന് കർഷകരുടെ കൂട്ടായ്മകൾ ആവശ്യപ്പെടാറുണ്ടെങ്കിലും അതും നടപ്പിലാകുന്നില്ല. ഈ സാഹചര്യത്തിലാണ് വ്യാപകമായ മണ്ണിടിച്ചിലും ഈ മേഖലകളിൽ പ്രതിസന്ധികൾ തീർക്കുന്നത്. കാട്ടുമൃഗങ്ങളോടും പ്രതികൂല കാലാവസ്ഥയോടും പടവെട്ടിയാണ് ഇവിടുത്തുകാർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവർക്കാവശ്യമായ പരിഹാരമാർഗങ്ങൾ സർക്കാർ തലത്തിൽ ഉണ്ടാകണം. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. കൃഷി ഉപജീവന മാർഗമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നാണ് കൊല്ലം ജില്ലയിലെ കരവാളൂർ പഞ്ചായത്തിലെ പല കർഷകരും പറയുന്നത്. കൃഷിവകുപ്പിനാകട്ടെ കർഷകരുടെ പ്രശ്നങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്താനും കഴിയുന്നില്ല. കർഷകരുടെയും കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥരുടെയും പ്രതികരണങ്ങളിലേക്ക്. മഴ പെയ്ത് വലിയ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഞങ്ങൾക്കത് ഭയങ്കര നഷ്ടമാണ്. ഇപ്പം ജോലിക്കൂലിയൊക്കെ കൂടുതലാണ്. അപ്പം കൃഷി ചെയ്ത് ഇങ്ങനെ വരുമ്പം അതിൻ്റെ വിളവെടുക്കാൻ പറ്റാതെ വരുന്നുണ്ട്. അപ്പോൾ അത് കൃഷിഭവനിലൊക്കെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ ചീനി നട്ടത് ഒരുപാട് പന്നി നശിപ്പിച്ചു. അതിൽ നിന്ന് പഞ്ചായത്തിലോ അല്ലെങ്കിൽ കൃഷിഭവനിൽ നിന്നും നമുക്ക് പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല. മടിച്ചിരിക്കുക കൃഷി ചെയ്യുന്നത്. കാരണം പൈസ മുടക്കി നമ്മൾ 1000-900 രൂപ ശമ്പളമാണ്. അപ്പോൾ അത് മുടക്കി ചെയ്യുമ്പം നമുക്കതിൻ്റെ വിളവെടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൃഷി കുറച്ച് താത്തു വെച്ചിരിക്കുക. പിന്നെ ഇപ്പം പശുവൊക്കെ ചെയ്യുക. അത് നമുക്ക് സ്വന്തമായിട്ട് വല്ലതും ചെയ്യാനേ പറ്റുന്നുള്ളൂ. സർക്കാരിൽ നിന്നൊന്നും വലിയ നമുക്ക് അങ്ങനെ ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല. വേലിയൊക്കെ ഇട്ടണമെങ്കിൽ നല്ല മുടക്കുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ പാട്ടം എടുത്ത് ചെയ്യുന്നിടത്ത് നമുക്ക് വേലി ഇടാൻ പറ്റത്തില്ല. നമുക്ക് പൈസ മുടക്കി അത് ചെയ്താൽ അവർ പാട്ടം ഒഴിയുമ്പോൾ അത് പറ്റത്തില്ലല്ലോ. കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട്, പന്നി ശല്യം കാര്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഞ്ചായത്തിലൊക്കെ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻഷൂർ ചെയ്ത കർഷകർക്കാണ് നമ്മൾ ആനുകൂല്യം കൊടുക്കുന്നത്. ഇവിടെ കൃഷി ഇങ്ങനെ ചെരുവായ പ്രദേശങ്ങളിൽ തട്ടുതട്ടായിട്ടാണ് കൃഷി ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു മാർഗം കർഷകർ ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ വെള്ളത്തിന് ഒഴുകാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് മഴ പെയ്തപ്പോൾ ഒന്നായിട്ട് കുത്തിയൊലിച്ച് പോകുന്നൊരവസ്ഥയാണ്. കർഷകരുടെ കൃഷിയും നശിച്ചു പോയി. അപ്പോൾ ഇങ്ങനെ തട്ടുകൃഷി അവലംബിക്കുകയാണെങ്കിൽ കർഷകർക്ക് കൂടുതൽ മെച്ചം ഉണ്ടാകും. ഇതുപോലെ വ്യാപകമായിട്ട് കൃഷി നാശം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം വഴി ഓൺലൈനായിട്ട് കർഷകർക്ക് കൃഷിനാശം സംഭവിച്ചത് രജിസ്റ്റർ ചെയ്യാം, അപേക്ഷ നൽകാം. അതിൻ്റെ ഭാഗമായിട്ട് കൃഷിഭവൻ്റെ തലത്തിൽ നിന്ന് വെരിഫൈ ചെയ്യും. അപ്പോൾ കർഷകരുടെ വിള എത്ര എണ്ണം പോയി എന്ന് വെച്ചാൽ അതിനുള്ള ആനുകൂല്യം കൊടുക്കും. ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്നും സുധീഷ് കുമാർ ചേരുന്നുണ്ട്. സുധീഷ്, പഞ്ചായത്ത് തലത്തിലും അതുപോലെ തന്നെ ജില്ലാ തലത്തിലും കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിരവധി യോഗങ്ങൾ ചേരുന്നുണ്ട്. പക്ഷേ യോഗ തീരുമാനങ്ങൾക്കപ്പുറം അവയൊന്നും നടപ്പിലാക്കാൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതൊരു പോരായ്മയാണ്. എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ? കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൃഷിയാണ്. കൃഷിയെ ആശ്രയിച്ചാണ് ഇവിടെ നിരവധി കുടുംബങ്ങൾ വർഷങ്ങളായി കഴിയുന്നത്. പക്ഷേ ഇന്ന് അവർക്ക് ഈ കൃഷി അതൊരു ഉപജീവന മാർഗമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. പ്രധാനമായും പലവിധ കാരണങ്ങളുണ്ടെങ്കിൽ തന്നെയും ഇവർ ആരോപിക്കുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കാട്ടുമൃഗങ്ങളുടെ ശല്യമാണ്. ഒപ്പം തന്നെ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ, അത് മണ്ണൊലിച്ചിലായാലും വെള്ളപ്പൊക്കമായാലും ഈ പ്രദേശങ്ങളെയൊക്കെ തന്നെ അത് സാരമായി ബാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കൃഷി ഉപജീവന മാർഗമാക്കി കൊണ്ടുപോയ പല ആൾക്കാർ ഇന്ന് കൃഷി
കൃഷി ഉപേക്ഷിച്ച് മറ്റ് ഉപജീവന മാർഗ്ഗങ്ങൾ തേടുന്ന ഒരു സാഹചര്യമാണ് ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ സംജാതമായിരിക്കുന്നത്. നിലവിൽ കൃഷി ചെയ്ത് ഉപജീവന മാർഗ്ഗമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചുരുക്കം ചില ആൾക്കാർ മാത്രമാണ്. പക്ഷേ അവരൊക്കെ തന്നെ ഇന്ന് നിരവധി കടക്കെടിയിൽ തന്നെയാണ്. കാരണം അവർ പലയിടത്തു നിന്നും കടം വാങ്ങിയൊക്കെ തന്നെയാണ് അവർ കൃഷിവിളകൾ ഇറക്കുന്നത്. പക്ഷേ ഈ കൃഷിക്ക് കൃത്യമായ ഒരു ലാഭം അവർക്ക് കിട്ടുന്നില്ല. കൃഷിവിളകളൊക്കെ തന്നെ നശിപ്പിക്കപ്പെടുന്നു. കാട്ടുമൃഗങ്ങളുടെ ശല്യമാണ്, പ്രധാനമായും കാട്ടുപന്നികളുടെയൊക്കെ ശല്യമാണ് ഈ പ്രദേശത്ത് ധാരാളമായി ഉള്ളത്. ഈ ഒരു പ്രശ്നങ്ങൾ ഇവർ നിരവധി തവണ പഞ്ചായത്ത് യോഗങ്ങളിലും മറ്റും ഉന്നയിച്ചു. ഈ പരാതികൾ പഞ്ചായത്ത് യോഗങ്ങളിൽ അവർ ഉന്നയിക്കുകയും അതിനൊരു പരിഹാരം തേടി പല ആൾക്കാരെ പല വിധത്തിലുള്ള പല മേഖലകളിൽ ഇവർ പല ആൾക്കാരെയും സമീപിക്കുകയും ചെയ്തു. പക്ഷേ അതിനൊന്നും ഇവർക്ക് കൃത്യമായ ശാശ്വതമായ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം അവർക്ക് ഉണ്ടായിട്ടില്ല. ആ ഒരു പ്രശ്നപരിഹാരം തേടി അവർ പല വാതിലുകൾ, ഇനി മുട്ടാത്ത വാതിലുകളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ കൃഷി ഉപജീവനമാക്കി കൊണ്ടുപോകുന്ന ചുരുക്കം ചില കർഷകർ അവർ പട്ടിണിയിലാണ്. അവർ ആ കൃഷി ഉപേക്ഷിച്ച് മറ്റു മാർഗ്ഗങ്ങൾ തേടുന്ന അവസ്ഥയിലാണ് നമ്മളോട് ഇത്തരത്തിലൊരു പരാതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ പ്രശ്നങ്ങൾ കൃത്യമായ ഒരു ഇടപെടൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നായാലും കൃഷി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നായാലും ഒപ്പം ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നാലും ഉണ്ടാകണം എന്ന് തന്നെയുള്ളതാണ് ഈ പ്രദേശത്ത് നിന്നുള്ളവരുടെ ആവശ്യം. ശരി, കൊല്ലത്ത് നിന്നും സുധീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.